നമസ്കാരം. 2020 ലോക വിശേഷങ്ങളുമായി ലോക ചാപ്റ്റർ 2026ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഇന്ന് അരങ്ങേറ്റം കുറിച്ചേക്കും. അഭിഷേക് ശർമ്മയ്ക്ക് പകരമായിരിക്കും സഞ്ജുവിന് അവസരം ലഭിക്കുന്നത്. ലോകകപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ നമീബിയയാണ് ഇന്ത്യ നേരിടേണ്ടത്. വൈകിട്ട് 7 മണിക്ക് ഡൽഹിയിലാണ് മത്സരം. നമ്മോടൊപ്പം മനീഷ് ഐഷാം എത്തിച്ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്തായാലും ഇന്ത്യ രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങുന്നു. ജയം തുടരാൻ തന്നെയാണ് തീരുമാനം. അതിലേറെ മലയാളി ആരാധകർ കാത്തിരിക്കുന്നത് സഞ്ജു സാംസൺ ലോകകപ്പിൽ അരങ്ങേറുമോ എന്നാണ്. തീർച്ചയായിട്ടും രുചീഷ്, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സഞ്ജു കഴിഞ്ഞ ലോകകപ്പിൽ, അതായത് ഇന്ത്യ കിരീടം നേടിയ 2024 ലോകകപ്പിൽ ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ ഇക്കുറി സഞ്ജുവിന് വിളി എത്തുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ സഞ്ജുവിന് വിളി എത്തിയത് തന്നെ ടീമിൻ്റെ പ്രധാന ബാറ്റർ, വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയ്ക്കായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മോശം ഫോമാണ് ആ ഒരു സാധ്യത തള്ളിക്കളയുകയും പിന്നീട് ഇഷാൻ കിഷൻ ആ സ്ഥാനത്തേക്ക് വരികയൊക്കെ ചെയ്തത്. അപ്പോൾ ഇനിയൊരു അരങ്ങേറ്റം ലോകകപ്പിൽ സഞ്ജുവിനുണ്ടാവില്ല എന്നുള്ളതായിരുന്നു ധാരണയെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയാണ് കരുതിയിരുന്നെങ്കിൽ പോലും അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ ആദ്യ മത്സരത്തിന് ശേഷം അഭിഷേക് ശർമ്മയ്ക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ അടക്കം അണുബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ വിശ്രമം അനുവദിക്കുകയും അതിന് പകരം സഞ്ജുവിന് അവസരം നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് BCCI വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, അടുത്ത ദിവസം 15-ാം തീയതി പാകിസ്ഥാനായിട്ടുള്ള വലിയൊരു മത്സരം വരാനുണ്ട്. മാത്രമല്ല, ഇന്ത്യക്ക് പൊതുവെ ഗ്രൂപ്പ് ഘട്ടം വലിയ പ്രതിസന്ധികളില്ലാതെ തന്നെ കടന്നുകൂടാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് തന്നെ സൂപ്പർ 8-ലേക്ക് വരുമ്പം അഭിഷേക് ശർമ്മയുടെ സേവനം ഉറപ്പാക്കുന്നതിനുള്ള ഭാഗമായിട്ടായിരിക്കും അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കുക. അങ്ങനെയെങ്കിൽ സഞ്ജുവിന് ഒരു അവസരം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് സഞ്ജുവിന് എങ്ങനെ അവസരം കിട്ടുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതെന്താണ് സഞ്ജുവിന് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ സഞ്ജു ബാറ്റിംഗ് പരിശീലനം നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ സഞ്ജു ബാറ്റിംഗ് പരിശീലനം കഴിഞ്ഞ 2 ദിവസമായി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇഷാൻ കിഷനോടൊപ്പം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തു. ഇന്നലെയും സഞ്ജു ഏറെ നേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് സഞ്ജുവിനെ എപ്പോഴും കുഴയ്ക്കുന്ന ഷോർട്ട് ബോളുകളെ പ്രത്യേകിച്ച് സഞ്ജു കൂടുതൽ നേരം പരിശീലനം നടത്തുന്നതും അത് ഫാസ്റ്റ് ബോളർമാർക്കെതിരെ പരിശീലനം നടത്തുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ശുഭപ്രതീക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ഇന്ന് ലോകകപ്പിലെ ആദ്യ മത്സരം കളിക്കും. രുചീഷ്, മനീഷ, അതോടൊപ്പം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അത്ര ഫോമിലായിരുന്നില്ല. പക്ഷേ നമുക്ക് ICCയുടെ ഈ ദൃശ്യങ്ങളിലൊക്കെ, ICC പുറത്തുവിട്ട ആ സഞ്ജു സാംസൺ പ്രാക്ടീസ് ചെയ്യുന്ന ദൃശ്യങ്ങളിലൊക്കെ കുറച്ചുകൂടി കോൺഫിഡൻറ്റോടെ ബാറ്റ് ചെയ്യുന്നത് കാണാം. കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഒരു ബാക്ക് ഫുട്ടിൽ ഇറങ്ങി ഒരു പ്രതിരോധത്തിൽ ഊന്നി ബാറ്റ് ചെയ്യുന്നത് കാണാമായിരുന്നു. പക്ഷേ ഇത് പ്രാക്ടീസിൽ എന്തായാലും കുറച്ചുകൂടി കോൺഫിഡൻറ്റ് സഞ്ജുവിന് കാണുന്നുണ്ട്. തീർച്ചയായും രുചീഷ്, പ്രത്യേകിച്ച് രുചീഷ് പറഞ്ഞതുപോലെ തന്നെ സഞ്ജു കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ ന്യൂസിലൻഡിൻ്റെ മത്സരങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റമ്പിലേക്ക് വളരെയധികം ബാക്ക് ഫുട്ടിലേക്ക് വളരെയധികം ഇറങ്ങി ബാറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് അത് ഷോർട്ട് ബോളുകളെ പ്രതിരോധിക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ സഞ്ജു ഭയപ്പെടുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. പലപ്പോഴും ഓവർ പിച്ച് ചെയ്ത് വരുന്ന പന്തുകൾ പോലും, വളരെ അനായാസം ബൗണ്ടറിയിലേക്ക് കടത്തിവിടാവുന്ന പന്തുകൾ പോലും സഞ്ജു ഇത്തരത്തിൽ പിന്നിലേക്ക് ഇറങ്ങി കളിക്കുമ്പോൾ അതൊരു പ്രയാസമായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, സ്റ്റമ്പിൽ നിന്ന് പൂർണ്ണമായി മാറുന്ന സാഹചര്യം. അങ്ങനെ സഞ്ജുവിനൊരു ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും നമുക്ക് ആ ഷോട്ടുകളിലൊക്കെ, ഏറ്റവും ഒടുവിൽ നടന്ന തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിലാണെങ്കിൽ പോലും സഞ്ജു വലിയ രീതിയിൽ ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റി ഇന്ത്യയുടെ ഇതിഹാസ താരമായിട്ടുള്ള സുനിൽ ഗവാസ്കർ അടക്കം വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ICC പുറത്തുവിട്ട വീഡിയോയ്ക്കകത്ത് വളരെ കോൺഫിഡൻറ്റോടെ ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിക്കുമ്പോഴാണെങ്കിലും ബംഗ്ലാദേശിനെതിരെ കളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ തന്നെ സഞ്ജു എങ്ങനെയാണോ ബാറ്റ് ചെയ്തിരുന്നത് ആ ബാറ്റിൽ കൂടുതൽ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നത്, അതുപോലെ തന്നെ പുൾ ഷോട്ട് കളിക്കുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ശുഭപ്രതീക്ഷയാണ്. അങ്ങനെയെങ്കിൽ നമീബിയക്കെതിരെ ഇന്ന് സഞ്ജു ഇറങ്ങുകയും അതൊരു മികച്ച ഇന്നിംഗ്സ് ആകാൻ സാധ്യതയും കാണുന്നു. അങ്ങനെ സഞ്ജുവിന് ഒരു മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കൂടുതൽ മത്സരങ്ങളിലേക്ക് ഒരുപക്ഷെ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ കൂടി അതിനോടൊപ്പം ഉണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, സഞ്ജു തൻ്റെ പഴയ ആത്മവിശ്വാസത്തിൽ ബാറ്റ് വീശുന്നത് ആണ്. നമുക്ക് ഇന്നത്തെ 2 ദിവസത്തെ നെറ്റ് പരിശീലനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് നെറ്റ്സിൽ സഞ്ജു കൂടുതൽ ആത്മവിശ്വാസത്തോടെ പന്തുകൾ അടിച്ച് പറത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മനീഷ, ആ ദൃശ്യങ്ങൾ തീർച്ചയായും സഞ്ജുവിൻ്റെ ആരാധകർക്ക്, മലയാളി ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത് അമേരിക്കയോട് അത്ര മികച്ച പ്രകടനമായിരുന്നില്ല ഇന്ത്യൻ ബാറ്റർമാർ പുറത്തെടുത്തത്. സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഒറ്റയാൾ പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് തുണയായത്. ഇന്ന് എന്തായാലും നമീബിയക്കെതിരെ ബാറ്റർമാരിൽ നിന്നൊക്കെ മികച്ച പ്രകടനം തന്നെ
പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമീബിയക്കെതിരെ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഒരു മികച്ച ബാറ്റിംഗ് വെടിക്കെട്ട് ആരാധകർ പ്രതീക്ഷിക്കുന്നു. അമേരിക്കക്കെതിരെ പതറിയ ബാറ്റിംഗ് നിരയുടെ ഒരു തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ അതിവേഗ സെഞ്ചുറിയുടെ ഒരു കണക്ക് കൂടി പരിശോധിക്കാം. 5 താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ ടീമിൽ നിലവിൽ തന്നെ ഉണ്ട്. ആ അതിവേഗ സെഞ്ചുറിയുടെ പട്ടിക, ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക എടുത്താൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിലും ആ 5 താരങ്ങളുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ അതിവേഗ സെഞ്ചുറിയുടെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. രോഹിത് ശർമ്മയുടെ പേരിലാണ് അതിവേഗ സെഞ്ചുറിയുടെ കണക്കിൽ. രോഹിത് ശർമ്മയാണ് ഏറ്റവും മുന്നിലുള്ളത്. 2017 ശ്രീലങ്കയ്ക്കെതിരെ രോഹിത് നേടിയ 2020 രോഹിത് നേടിയ സെഞ്ചുറിയാണ് അതിവേഗത്തിൽ നേടിയ ഒരു ഇന്ത്യൻ താരത്തിന്റെ സെഞ്ചുറി പ്രകടനം. അത് 35 പന്തിലായിരുന്നു 2017 രോഹിത് നേടിയ ആ സെഞ്ചുറി. പിന്നീട് ഒരു ഇന്ത്യൻ താരത്തിനും ആ റെക്കോർഡ് മറികടക്കാനായില്ല. 9 വർഷമാകുമ്പോഴും ഹിറ്റ്മാന്റെ റെക്കോർഡിന് മാറ്റമില്ല. മത്സരത്തിലാകെ 43 പന്തിൽ 118 റൺസാണ് രോഹിത് നേടിയത്. ഇന്ത്യ 260 റൺസ് അടിച്ച മത്സരത്തിൽ 88 റൺസിന് ടീം ജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ പേരുകാരൻ അഭിഷേക് ശർമ്മയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റർ അഭിഷേക് ശർമ്മ ലോകത്തിലെ 1-ാം നമ്പർ താരം. 100 റൺസ് നേടിയത് 37 പന്തിലാണ്. ഇംഗ്ലണ്ടിനെതിരെ 2025 കഴിഞ്ഞ വർഷമായിരുന്നു ആ മികച്ച പ്രകടനം. ഒരു വർഷം മുൻപ് 2025 ഫെബ്രുവരി 2-ന് വാങ്കഡയിലായിരുന്നു അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് പ്രകടനം. 37 പന്തിൽ അഭിഷേക് സെഞ്ചുറി നേടി. മത്സരത്തിൽ 54 പന്തിൽ 135 റൺസ് എടുത്താണ് അഭിഷേക് മികച്ച പ്രകടനം നടത്തിയത്. മത്സരത്തിൽ 2 വിക്കറ്റും അഭിഷേക് ശർമ്മ സ്വന്തമാക്കി. ഇന്ത്യൻ ടീമിൽ അഭിഷേകിന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അത്. 3-ാം പേരുകാരൻ മറ്റാരുമല്ല, സഞ്ജു സാംസൺ. മലയാളി താരം സഞ്ജു സാംസന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലത്ത് 2024 ബംഗ്ലാദേശിനെതിരെയായിരുന്നു ഈ വെടിക്കെട്ട് പ്രകടനം. മത്സരത്തിൽ 40 പന്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു 47 പന്തിൽ 111 റൺസ് എടുക്കുകയും ചെയ്തു. വെടിക്കെട്ട് ബാറ്റിംഗുമായി സൂര്യകുമാർ യാദവും തിളങ്ങിയ മത്സരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ടീം നേടിയത്, 297. മത്സരത്തിൽ 133 റൺസിന്റെ കൂറ്റൻ ജയവും ഇന്ത്യൻ ടീം സ്വന്തമാക്കി. അതിവേഗ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് ഇന്നും സഞ്ജു സാംസണിന്റെ പേരിലാണ്. അതുപോലൊരു പ്രകടനം ഇന്നും ആരാധകർ സ്വപ്നം കാണുന്നു. 4-ാമത്തെ പേരുകാരൻ തിലക് വർമ്മ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2024 തന്നെയായിരുന്നു തിലക് വർമ്മയുടെ വെടിക്കെട്ട് സെഞ്ചുറി. ജോഹന്നാസ്ബർഗിൽ 41 പന്തിലാണ് തിലക് വർമ്മ 100-ലെത്തിയത്. മത്സരത്തിൽ 47 പന്തിൽ 120 റൺസ് നേടി തിലക് വർമ്മ. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അതേ മത്സരത്തിൽ 56 പന്തിൽ 109 റൺസുമായി ഒരറ്റത്ത് സഞ്ജു സാംസണും ഉണ്ടായിരുന്നു എന്നതാണ്. 2 താരങ്ങൾ സെഞ്ചുറി നേടിയ മത്സരത്തിൽ 283 റൺസ് നേടിയ ഇന്ത്യ 135 റൺസിന്റെ തകർപ്പൻ വിജയവും ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ നേടുകയും ചെയ്തു. 5-ാമത്തെ പേരുകാരൻ ഇഷാൻ കിഷനാണ്. 100 റൺസ് നേടിയത് 42 പന്തിലാണ്. സഞ്ജു സാംസണിന് പകരം ലോകകപ്പിൽ ഇഷാൻ കിഷനെ ഓപ്പണറാക്കാനുള്ള തീരുമാനം ഉറപ്പിച്ച പ്രകടനമാണ് ഇഷാൻ കിഷൻ ഏറ്റവും അവസാനം ന്യൂസിലൻഡിനെതിരെ നടത്തിയത്. ന്യൂസിലൻഡിനെതിരായ അവസാന 2020 തിരുവനന്തപുരത്തായിരുന്നു ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് പ്രകടനം. 42 പന്തിൽ സെഞ്ചുറി നേടിയ ഇഷാന്റെ കരുത്തിൽ ഇന്ത്യ ഉജ്ജ്വല ജയം കുറിച്ച് പരമ്പര 4-1 സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇഷാൻ ഓപ്പണറായി ഇറങ്ങുകയും ചെയ്തതോടെ സഞ്ജുവിന് ടീമിൽ തന്നെ സ്ഥാനം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കും എത്തി. നമ്മൾ 6-ാമത്തെ പേരുകാരൻ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. 100 റൺസ് നേടാൻ 45 പന്തുകളാണ് സൂര്യകുമാർ യാദവിന് ഈ അതിവേഗ സെഞ്ചുറി നേടാൻ വേണ്ടി വന്നത്. 2023 ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിലായിരുന്നു സൂര്യകുമാർ യാദവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്. 45 പന്തിൽ സെഞ്ചുറി നേടിയ സൂര്യ 51 പന്തിൽ 112 റൺസ് എടുത്തപ്പോൾ 91 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയാണ്. ഇതാണ് ഇന്ത്യൻ താരങ്ങളുടെ അതിവേഗ സെഞ്ചുറികളുടെ കണക്ക്. ഇതിൽ രോഹിത് ശർമ്മ ഒഴികെ ഉള്ളവരെല്ലാം ഇപ്പോഴും ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ട് എന്നത് ടീമിന് കരുത്താവുകയും ചെയ്തു. നമ്മൾ ഇന്നത്തെ മത്സരത്തിന്റെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണ്. 2020 ലോകകപ്പിൽ ഒമാനെതിരെ ശ്രീലങ്കയ്ക്ക് കൂറ്റൻ ജയം. ഒമാനെ 105 റൺസിനാണ് ലങ്ക തോൽപ്പിച്ചത്. 256 റൺസ് പിന്തുടർന്ന ഒമാന് 120 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അർദ്ധ സെഞ്ചുറിയുമായി മുഹമ്മദ് വസീം പൊരുതിയെങ്കിലും ഒമാനെ രക്ഷിക്കാനായില്ല. ലങ്കയ്ക്കായി ചമീരയും തീക്ഷണയും 2 വിക്കറ്റുകൾ വീഴ്ത്തി. നേരത്തെ കുശാൽ മെൻഡിസിന്റെയും പവന്റെയും ക്യാപ്റ്റൻ ഷനഗയുടെയും അർദ്ധ സെഞ്ചുറികളാണ് ലങ്കയെ 255 എത്തിച്ചത്. 60 റൺസ് എടുത്ത പവനാണ് കളിയിലെ താരം. ഇനി ചില ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. നമീബിയക്കെതിരായ മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെ ബുംറയുടെ യോർക്കർ കൊണ്ട് നിലത്ത് വീണ് ഇഷാൻ കിഷൻ. വേദന കൊണ്ട് പൊളഞ്ഞ ഇഷാൻ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പരിശീലനം തുടർന്നെങ്കിലും അധിക സമയം പരിശീലനം നീണ്ടുനിന്നില്ല. പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. നമീബിയക്കെതിരായ ലോകകപ്പ് മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ വേണ്ടെന്ന മുൻ ഇന്ത്യൻ താരം കെ ശ്രീകാന്ത്. താനായിരുന്നു ക്യാപ്റ്റനെങ്കിൽ സഞ്ജുവിനെ കളിപ്പിക്കില്ലെന്നും പകരം വാഷിംഗ്ടൺ സുന്ദറിന് ഓപ്പണറായി അവസരം നൽകിയേനെയെന്നും
സഞ്ജുവിന് നൽകിയ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്തിയില്ലെന്നും അഭിഷേകിന് പകരക്കാരനാവാൻ കഴിയില്ലെന്നും ശ്രീകാന്ത് വിമർശിച്ചു. T20 ലോകകപ്പിൽ ഇന്ത്യ പാക് ആവേശ പോരാട്ടത്തിനായി ടീം പൂർണ്ണ സജ്ജമെന്ന് തിലക് വർമ്മ. അനിശ്ചിതത്വങ്ങൾ മാറിയതോടെ ടീം ആവേശത്തിലാണ്. ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണെന്ന് തിലക് വർമ്മ വ്യക്തമാക്കി. ഞായറാഴ്ച കൊളംബോയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. പാകിസ്ഥാൻ താരം ബാബർ അസമിനെതിരെ കടുത്ത പരിഹാസവും വെല്ലുവിളികളുമായി മുൻ താരങ്ങൾ. ബാബർ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാനെ ജയിപ്പിച്ചാൽ സഹപ്രവർത്തകർക്കും കാണികൾക്കും താൻ ഭക്ഷണം വാങ്ങി നൽകുമെന്ന് അഹമ്മദ് ഷഹസാദിന്റെ വെല്ലുവിളി. ബാബർ 150 സ്ട്രൈക്ക് റേറ്റിൽ 50-ലധികം റൺസ് നേടിയാൽ വിരമിക്കൽ പിൻവലിക്കുമെന്ന് മുഹമ്മദ് ആമിറും പ്രഖ്യാപിച്ചു. ബാബറിന്റെ മോശം സ്ട്രൈക്ക് റേറ്റിനെ തുടർന്നാണ് താരങ്ങളുടെ പരിഹാസം. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ 18 പന്തിൽ 15 റൺസ് എടുത്ത് ബാബർ പുറത്തായിരുന്നു. രണ്ടാം മത്സരത്തിൽ 46 റൺസ് എടുത്തെങ്കിലും താരത്തിന്റെ മെല്ലെപ്പോക്കാണ് പരിഹാസത്തിന് വഴിവെച്ചത്. T20 ലോകകപ്പ് സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി നമീബിയൻ ക്യാപ്റ്റൻ ജെറാഡ്. ഇന്ത്യക്കെതിരായ മത്സരത്തിന് മുൻപ് പരിശീലനം നടത്താൻ മതിയായ സൗകര്യം ടീമിന് ലഭിച്ചില്ല. രാത്രി നടക്കുന്ന മത്സരത്തിന് പരിശീലന സമയം അനുവദിച്ചത് പകലാണെന്നും ഇന്ത്യക്ക് 2 നൈറ്റ് സെഷനുകൾ നൽകിയെന്നും ജെറാഡ് ആരോപിച്ചു. പാകിസ്ഥാന്റെ താരം ഉസ്മാൻ താരിഖിന്റെ നിഗൂഢമായ ആക്ഷനിൽ ക്രിക്കറ്റ് ലോകം വീണ്ടും അങ്കലാപ്പിലാണ്. ഇത് മാന്ത്രികതയോ അതോ നിയമവിരുദ്ധമായ ചതിയോ എന്നാണ് ഉയരുന്ന ചോദ്യം. മൈതാനത്തെ ഈ സ്പിൻ കുരുക്കുകൾ നിയമത്തിന് മുന്നിൽ വീഴുമോ എന്ന് നമുക്ക് നോക്കാം. ഖിലാഫ് അഹമ്മദ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. ഇത് ക്രിക്കറ്റാണോ അതോ മാജിക് ആണോ? പാകിസ്ഥാൻ സ്പിന്നർ ഉസ്മാൻ താരിഖിന്റെ ബൗളിംഗ് ആക്ഷൻ കണ്ട ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ഈ ചോദ്യത്തിന് പിന്നാലെയാണ്. പന്ത് എറിയുന്നതിന് തൊട്ടു മുൻപ് കൈ ഒരു നിമിഷം നിശ്ചലമാക്കുന്ന ഹിറ്റ് സ്റ്റൈൽ ബാറ്റർമാരെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് നിയമപരമാണോ? അബുദാബി T10 ലീഗിലും PSLിലും ഉസ്മാൻ താരിഖ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് താരത്തിന്റെ ബൗളിംഗ് ആക്ഷൻ ചർച്ചയാകുന്നത്. ഇതുകൂടാതെ T20 ലോകകപ്പിലും താരത്തിന്റെ ബൗളിംഗ് ആക്ഷൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബോളിംഗ് ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക മുത്തയ്യ മുരളീധരന്റെ മുഖമാണ്. 1995 മെൽബൺ ബോക്സിംഗ് ഡേ ടെസ്റ്റ് അമ്പയർ ഡാരൽ ഹെയർ മുരളിയെ നോക്കി തുടർച്ചയായി നോ ബോൾ വിളിച്ചപ്പോൾ തകർന്നത് ഒരു രാജ്യത്തിന്റെ ഹൃദയമാണ്. മുരളിയുടെ കൈമുട്ടിന്റെ സ്വാഭാവികമായ വളവിനെ ചതിയെന്ന് ലോകം വിളിച്ചു. പക്ഷേ ബയോമെക്കാനിക്കൽ ടെസ്റ്റുകളിലൂടെ മുരളി തന്റെ നിരപരാധിത്വം തെളിയിച്ചു. 15 ഡിഗ്രി എന്ന നിയമം പോലും മുരളിക്ക് വേണ്ടിയാണ് ICC പരിഷ്കരിച്ചത്. അന്ന് മുരളി നേരിട്ടത് വംശീയ അധിക്ഷേപങ്ങൾ കൂടിയായിരുന്നു. 800 ടെസ്റ്റ് വിക്കറ്റുകൾ എന്ന അമാനുഷിക റെക്കോർഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ആ കനൽ വഴികൾ താണ്ടിയായിരുന്നു. മുരളീധരന്റെ പ്രശ്നം കൈമുട്ടിന്റെ വളവായിരുന്നെങ്കിൽ ഉസ്മാൻ താരിഖിന്റേത് ആക്ഷനിലെ വേഗത വ്യതിയാനമാണ്. പന്തെറിയുന്നതിനിടയിൽ ആക്ഷൻ പെട്ടെന്ന് നിർത്തുന്നത് ബാറ്ററെ കബളിപ്പിക്കാനാണ്. ഇത് ICC നിയമപ്രകാരം ഫെയർ പ്ലേ അല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. മുത്തയ്യ ശാസ്ത്രീയമായി വിജയിച്ചപ്പോൾ താരിഖിന് തന്റെ ആക്ഷൻ മാറ്റി എഴുതേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ആകാംക്ഷ. ഒരാൾ തന്റെ ശാരീരിക പ്രത്യേകത കൊണ്ട് പോരാടിയപ്പോൾ മറ്റൊരാൾ തന്റെ ശൈലി കൊണ്ട് അതിരുകൾ ലംഘിക്കുന്നുവോ എന്നാണ് ചർച്ച. താരത്തിന്റെ മാന്ത്രികതയും നിയമത്തിന്റെ നൂലാമാലകളും തമ്മിലുള്ള ഈ യുദ്ധം ക്രിക്കറ്റിൽ പുതിയതല്ല. മുരളീധരനെ പോലെ താരിഖും അതിജീവിക്കുമോ അതോ ചരിത്രത്തിലെ മറ്റൊരു വിവാദ ബൗളർ മാത്രമായി ഒതുങ്ങുമോ? ഇനി ചില കായിക വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. അർജന്റീൻ സൂപ്പർ താരം ലിയോണൽ മെസ്സിക്ക് പരിക്ക്. താരത്തിന് പരിക്കേറ്റതോടെ ഇന്റർ മയാമിയുടെ പുതിയ സീസണിലെ ആദ്യ മത്സരം നഷ്ടമായേക്കും. ഇക്വഡോർ ക്ലബ്ബ് ബാഴ്സലോണ SCക്കെതിരായ സൗഹൃദ മത്സരത്തിലാണ് മെസ്സിക്ക് പരിക്കേറ്റത്. താരത്തിന് വിദഗ്ധ ചികിത്സ നൽകിയിട്ടുണ്ടെന്ന് മയാമി പ്രസ്താവനയിലൂടെ അറിയിച്ചു. താരത്തിന് പരിക്കേറ്റതോടെ പ്രീ സീസണിലെ അവസാന മത്സരം ഫെബ്രുവരി 26 മാറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ആസ്റ്റൺ വില്ല ടീമുകൾക്ക് ജയം. ഫുള്ളാമിനെ എതിരില്ലാത്ത 3 ഗോളിന് സിറ്റി തോൽപ്പിച്ചു. സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ്, നിക്കോ ആന്റോയിൻ എന്നിവരാണ് സിറ്റിക്കായി വലകുലുക്കിയത്. സണ്ടർലാൻഡിനെ 1 ഗോളിന് ലിവർപൂൾ വീഴ്ത്തി. ബ്രൈറ്റനെ 1 ഗോളിന് പരാജയപ്പെടുത്തി ആസ്റ്റൺ വില്ല.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.